നമസ്കാരം. ശൈല ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ഉള്ളിൽ ഉയിർക്കും മഴവില്ല് എന്നാണ്. അതിൽ 3 പാഠങ്ങളാണ് ഉള്ളത്. സുഹൃതഹാരങ്ങൾ, അമ്മ, പാത്തുമ്മയുടെ ആട്. ആ യൂണിറ്റിന്റെ പേരൊന്ന് ശ്രദ്ധിച്ചേ. ഉള്ളിൽ ഉയിർക്കും മഴവില്ല്. ഉള്ളിൽ വിരിയുന്ന മഴവില്ലല്ലേ? മഴവില്ലെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പണ്ട് പഠിച്ചൊരു പദ്യമാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വന്നത്. അത് 4 വരി പദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം. മാനത്തെത്തിയ മഴവിൽ കൊടിയേ മായരുതേ നീ മായരുതേ, നീരത പാളികൾ തോളിലുയർത്തിയ നീലപ്പീലി കാവടിയേ. ശരിയല്ലേ? ഇതുപോലെ തന്നെ കുട്ടിക്കാലത്ത് മഴവില്ല് കണ്ട് നമ്മളും പാടിക്കാണുമല്ലേ, അയ്യോ മാഞ്ഞു പോകരുതേ എന്ന്. കുട്ടിക്കാലം മാത്രമല്ല, ഇപ്പോൾ പോലും മഴവില്ല് കാണുമ്പോൾ അല്ലെങ്കിൽ മഴവില്ലെന്ന് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിപ്പോവും. ആ വർണ്ണപ്പകിട്ടുണ്ടല്ലോ, അത് മനസ്സിലുണ്ടാക്കുന്ന സന്തോഷമാണ് അതിന് കാരണം. അതുപോലെ ഇനി പഠിക്കാൻ പോകുന്ന 3 പാഠങ്ങളും നമുക്ക് മനസ്സിൽ പകർന്നു തരുന്ന സന്തോഷം പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാം. ഈ പാഠങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കവിത നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ആ കവിതയുടെ പേരാണ് അഭിമുഖം. അത് KG ശങ്കരപ്പിള്ള എന്ന കവിയുടേതാണ്. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. KG ശങ്കരപ്പിള്ള മലയാളത്തിലെ വളരെ ശ്രദ്ധേയനായ കവി. 1947 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. എറണാകുളം മഹാരാജാസിൽ നിന്ന് പ്രിൻസിപ്പളായി വിരമിച്ചു. 2002 KG ശങ്കരപ്പിള്ളയുടെ കൃതികൾ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ അവാർഡ് ലഭിച്ചു. കവിതയുടെ പേര് അഭിമുഖം. അഭിമുഖം എന്ന പദത്തിന്റെ അർത്ഥം മുഖത്തോട് മുഖം എന്നാണ്. ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ആകെ 4 വരിക മാത്രമാണ് ഈ കവിതയിലുള്ളത്. നമുക്ക് ആ കവിതയൊന്ന് നോക്കാം. ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ, അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ. ഈ 4 വരി 400 വരിയുടെ ആഴമാണ് നമ്മളിലേക്ക് വരച്ചിടുന്നത്. ഇനി നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കിയാലോ. ഒരാള് നിങ്ങളോട് ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടം ആരെയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും അച്ഛനോടോ അമ്മയോടോ ഒക്കെയാണെന്ന് പറയും. പക്ഷേ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടം അയാളെ തന്നെയാണ്. ഇവിടെ സെൽഫി എടുക്കുന്ന ഒരാളുടെ പടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ സെൽഫി എല്ലാവരും എടുക്കാറുണ്ട്. ഏത് പരിസ്ഥിതിയിൽ നിന്നെടുത്താലും നമ്മൾ എപ്പോഴും നമ്മളെ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭംഗിയുണ്ടോ, നമ്മളാണോ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. അതൊരു മോശം കാര്യമൊന്നും അല്ല കേട്ടോ. പക്ഷേ താൻ മാത്രമെന്ന് ചിന്തിക്കുമ്പോഴാണ് അത് മോശമായിട്ട് മാറുന്നത്. വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരാള് അങ്ങനെയാണെങ്കിൽ അത് മോശമായി തീരും. ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താണ്? മനുഷ്യത്വമുള്ളവൻ എന്നാണ്. എന്നാൽ ഇന്ന് ആ പദത്തിന്റെ അർത്ഥം പൂർണ്ണമായും നാം ഉൾക്കൊള്ളുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. അപ്പോൾ നാം സമൂഹത്തിന്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചു വേണം ജീവിക്കാൻ. ഉദാഹരണമായി രാത്രി നമുക്ക് എണീച്ച് ഒച്ചത്തിൽ കൂവാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറണോ എന്ന് നമ്മൾ വിചാരിക്കുന്നുവോ ആ രീതിയിൽ തന്നെ നാം മറ്റുള്ളവരോട് പെരുമാറണം. പക്ഷെ അതൊന്നും ഇന്നത്തെ ആളുകൾ ചിന്തിക്കാറില്ല. ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവാണ് മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. പക്ഷേ ഇന്ന് തനിക്ക് ചുറ്റും എന്ത് നടന്നാലും അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്നു. മാനവികത എന്ന പദം എന്താണ് നമ്മളിൽ ഉയർത്തുന്നത്? തന്നെ പോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ആഗ്രഹവും അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം എന്ന് സാരം. മാനവികതയുടെ ഉദാഹരണമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധി. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ചെറിയ കുട്ടി എത്തി. അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് എന്താ ഇങ്ങനെ കുറച്ചു വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് അങ്ങയ്ക്ക് വസ്ത്രം തുന്നിത്തരട്ടെ. ഗാന്ധിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ അമ്മയെ കൊണ്ട് അത് നടക്കില്ലല്ലോ. കുട്ടി ചോദിച്ചു, അതെന്താ? എനിക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള 45 കോടി ജനങ്ങൾക്കും വസ്ത്രം തുന്നിത്തരണം. ഇതാണ് നമ്മുടെ മാനവികത എന്ന് പറയുന്നത്. ഗാന്ധിജി അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു. തനിക്കു മാത്രം പോരാ എന്ന ചിന്ത ഗാന്ധിജിയെ പോലെ ആവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ചെറിയ സ്നേഹസ്പർശം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരാം. ഇനി നമുക്ക് ആ ചോദ്യോത്തരത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ചോദ്യം ഇതാണ്: കവിതയിലും ചിത്രത്തിലും തെളിയുന്ന മനോഭാവം വ്യക്തമാക്കുക. അപ്പൊ നമ്മൾ ആദ്യം കവിയെക്കുറിച്ച് തുടങ്ങാം. ആധുനിക കവികളിൽ പ്രധാനിയായ KG ശങ്കരപ്പിള്ളയുടെ അഭിമുഖം എന്ന കവിത 2 പേർ തമ്മിലുള്ള സംഭാഷണ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്.
ഇന്നത്തെ തലമുറയുടെ ചിന്താരീതിയുടെ നേരായ ആവിഷ്കാരമാണ് നമുക്കിവിടെ കാണാനാവുന്നത്. തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തെ മറന്നുകൊണ്ട് തനിക്കു മാത്രം പ്രാധാന്യം നൽകുന്ന സ്വാർത്ഥപരമായ നിലപാട് 4 വരി കവിതയിലൂടെ കവി അതിസമർത്ഥമായി ആവിഷ്കരിച്ചിരിക്കുന്നു. സ്വാർത്ഥത എന്ന വാക്കിൽ തെളിയുന്നത് ഞാനെന്ന ഭാവം മാത്രമാണ്. ഇതാണിന്ന് മനുഷ്യരിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതും. ഞാൻ കഴിഞ്ഞു മാത്രമേ മറ്റെന്തും അങ്ങനെയുള്ളവർക്കുള്ളൂ. മനുഷ്യത്വം നഷ്ടപ്പെടുകയും മൃഗങ്ങളുടെ ചിന്താഗതിയിലേക്ക് തരം താഴുകയും ചെയ്യുന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. ജീവിതം വളരെ ചെറുതാണെന്നും അതിനാൽ സുഖഭോഗങ്ങളുടെ പുറകെ പോകാതെ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട് ജീവിക്കുക. എന്നാൽ മനുഷ്യൻ എത്ര അനുഭവിച്ചാലും അതിൽ നിന്ന് പാഠം പഠിക്കുകയില്ല. ക്ലാസ് കേട്ടല്ലോ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്ത് അഭിപ്രായമുണ്ടെങ്കിലും എഴുതി അറിയിക്കണം. ഇനി വീണ്ടും അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.